ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് ഓൺലി PSC എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സംഭവങ്ങൾ, പ്രക്ഷോഭങ്ങൾ, പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു 10-15 ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ഭാഗമാണെന്ന് പറയാൻ പറ്റുമോ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലബാർ കലാപാണ് കേട്ടോ. മലബാർ ലഹള എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങളാണ് കേട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് ഗൈസ്? മലബാർ ലഹള. എവിടെ എത്തുന്നില്ല, എത്ര അധികം നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള്. ഇതാകെടുക്കണം മലബാർ ലഹള. ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ടോപ്പിക്സിലേക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കടക്കാറില്ല, പക്ഷെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. എല്ലാവരും റെഡിയല്ലേ? വെറുതെ വായിച്ചു പോയാൽ മതി കേട്ടോ. അതായത് കേട്ട് കേട്ട് അങ്ങനെ നമ്മൾക്ക് ഇത് ബൈഹാർട്ട് ആവും. അത്രേ ഇതിൽ പഠിക്കാനുള്ളൂ. പിന്നെ റീസണിങ് ആയിരിക്കും കൂടുതലായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം വായന നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. ഓക്കെ, നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? 1921 മലബാർ ലഹളയും വാഗൺ ട്രാജഡിയും അതുമായി റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേട്ടിരിക്കുക കേട്ടോ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയും തുർക്കിയും പരാജയപ്പെട്ടപ്പോൾ, അപ്പൊ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയും തുർക്കിയും പരാജയപ്പെടുകയാണ് ചെയ്തത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയും തുർക്കിയും പരാജയപ്പെട്ടപ്പോൾ തുർക്കിയിലെ സുൽത്താൻ ഭരണവും ഖലീഫ എന്ന നിലയ്ക്കുള്ള തുർക്കി സുൽത്താന്റെ പദവിയും അവസാനിക്കുമെന്നായി. ഓക്കെ, അപ്പൊ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയും തുർക്കിയും പരാജയപ്പെട്ടു. തുർക്കിയിൽ അപ്പൊ നിലനിൽക്കുന്നത് സുൽത്താൻ ഭരണമാണ്. ഈ തുർക്കി സുൽത്താന്റെ പദവിക്ക് ഉള്ള പേരാണ് എന്ത്? ഖലീഫ. അപ്പൊ തുർക്കിയിലെ സുൽത്താൻ ഭരണവും അതുപോലെ തന്നെ ഖലീഫ എന്ന നിലയ്ക്കുള്ള തുർക്കി സുൽത്താന്റെ പദവിയും അതോടുകൂടി അവസാനിക്കുന്ന അവസ്ഥയിലെത്തും അല്ലെ? ശരിയല്ലേ? അതെ. ഇനി ആരാണ് ഈ ഖലീഫ? മുഹമ്മദ് നബിയുടെ ദേഹവിയോഗത്തെ തുടർന്ന് മുസ്ലിങ്ങളുടെ ആത്മീയ ഭൗതിക നേതൃത്വം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ ഈ ഖലീഫ എന്ന് പറഞ്ഞ ആള്. മുഹമ്മദ് നബിക്ക് ശേഷമാണ് കേട്ടോ. മുഹമ്മദ് നബിയുടെ ദേഹവിയോഗത്തെ തുടർന്ന് മുസ്ലിങ്ങളുടെ ആത്മീയ ഭൗതിക നേതൃത്വം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ഖലീഫ. പ്രവാചകന്റെ അനന്തരഗാമി എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അങ്ങനെയാണ് ലോക മുസ്ലിങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നത്. തങ്ങളുടെ ആത്മീയ നേതൃത്വത്തിന്റെ പ്രതീകമായിരുന്ന ഖിലാഫത്ത്, അതായത് അനന്തരഗമനം എന്നാണ് ഈ ഖിലാഫത്ത് എന്ന പദത്തിനർത്ഥം. അതായത് മുഹമ്മദ് നബിക്ക് ശേഷം വന്ന ആളാണല്ലോ, അപ്പൊ അദ്ദേഹത്തിന് ശേഷം അല്ലെങ്കിൽ അനന്തരഗമനം എന്ന അർത്ഥത്തിലാണ് ഖിലാഫത്ത്. അതിൽ നിന്നാണ് ആ സ്ഥാനപ്പേര് ഖലീഫ എന്ന് കിട്ടുന്നത്. അപ്പൊ ലോക മുസ്ലിങ്ങള് തങ്ങളുടെ ആത്മീയ നേതൃത്വത്തിന്റെ പ്രതീകമായിരുന്ന ഈ ഖിലാഫത്ത് അസ്തമിച്ചു പോകുമെന്നത് ലോകത്തിലുള്ള മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമായിരുന്നില്ല. തുർക്കി രാജ്യത്തെ വിഭജിക്കുകയും തുർക്കി സുൽത്താന്റെ മതപരമായ നേതൃത്വത്തെ നിഷേധിച്ചുകൊണ്ട് നടപടിയെടുക്കുകയും ചെയ്ത ബ്രിട്ടീഷ് സർക്കാരിനെതിരെ അവർ തിരിഞ്ഞു. അപ്പൊ ഇതിനെല്ലാം കാരണം, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്നാണ് ജർമ്മനിയും തുർക്കിയും ഒക്കെ പരാജയപ്പെടുന്നത്. അതുവഴിയാണ് സുൽത്താന്റെ ഭരണം ഇല്ലാണ്ടാവുന്നത്, ഖലീഫ എന്ന് പറഞ്ഞ പദവി ഇല്ലാണ്ടാവുന്നത്. അപ്പൊ അതിനൊക്കെ കാരണമായിട്ട് തന്നെയാണ് കാണുന്നത് ബ്രിട്ടീഷുകാരാണ് അല്ലെ. അതാണ് അവരെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുർക്കി രാജ്യത്തെ വിഭജിക്കുകയും തുർക്കി സുൽത്താന്റെ മതപരമായ നേതൃത്വത്തെ നിഷേധിച്ചുകൊണ്ട് നടപടിയെടുക്കുകയും ചെയ്ത ബ്രിട്ടീഷ് സർക്കാരിനെതിരെ അവർ തിരിഞ്ഞു. സ്വാതന്ത്ര്യബോധം ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയിൽ ഈ പ്രതിഷേധം ആളിക്കത്തി. അപ്പൊ ആ സമയത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയില് സ്വാതന്ത്ര്യബോധം ഇങ്ങനെ ശക്തി പ്രാപിച്ച് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധം ഇന്ത്യയിലും ആളിക്കത്തി. മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു പുത്തൻ ഉണർവുണ്ടായ കാലഘട്ടമായിരുന്നു അത്. അപ്പൊ ഇതേ സമയം തന്നെ മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു പുത്തൻ ഉണർവുണ്ടായ കാലഘട്ടമാണ് അത്. ആ സമയത്താണ് ഇതും സംഭവിക്കുന്നത്. സോ ഇന്ത്യയിൽ ഈ പ്രതിഷേധം ആളിക്കത്താൻ ഇടയായി.
ഹിന്ദു മുസ്ലിം ഐക്യത്തെ അത്യധികം വിലമതിച്ചിരുന്ന ഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകുകയും അലി സഹോദരന്മാരോടൊപ്പം 1919 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോ ഗാന്ധിജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെ അത്യധികം വിലമതിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധി എന്ത് ചെയ്തു? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകി. മാത്രല്ല അലി സഹോദരന്മാരോടൊപ്പം 1919 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റു രണ്ട് കാര്യങ്ങളാണ് അലി സഹോദരന്മാരുടെ പേര്. ഒരാളാണ് മൗലാന ഷൗക്കത്ത് അലി, ഒരാള് മൗലാന മുഹമ്മദ് അലി. ക്ലിയർ ആയല്ലോ? 1920 നാഗ്പൂർ സമ്മേളനത്തിനു ശേഷം തുടങ്ങിയ നിസ്സഹരണ പ്രസ്ഥാനം ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ എന്ന പോലെ മലബാറിലും സുശക്തമായി. അപ്പൊ 1920 നാഗ്പൂർ സമ്മേളനത്തിനു ശേഷമാണ് നിസ്സഹരണ പ്രസ്ഥാനം ഇന്ത്യയിൽ മൊത്തം വ്യാപിക്കുന്നത്. അത് ഇന്ത്യയിലെ ഇതര ഭാഗങ്ങളിൽ എന്ന പോലെ തന്നെ മലബാറിലും വളരെയധികം ശക്തി പ്രാപിച്ചു. ജില്ലയിലുടനീളം വിദേശ സാധനങ്ങളും കോടതികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബഹിഷ്കരിക്കപ്പെട്ടു. നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വിദേശ ഉൽപ്പന്നങ്ങൾ നിസ്സഹകരിക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കുക തന്നെയാണല്ലോ അല്ലെ, അതുമായി നിസ്സഹകരണമാണ്. അപ്പോ അതേ തുടർന്ന് നമ്മുടെ മലബാറിലും ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം സുശക്തമായതിനെ തുടർന്ന് ജില്ലയിലുടനീളം വിദേശ സാധനങ്ങളും കോടതികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബഹിഷ്കരിക്കപ്പെട്ടു. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഓർത്തു വെക്കട്ടാ. രാജ്യത്തെങ്ങും ഖിലാഫത്ത് പ്രസ്ഥാനം സംഘടിപ്പിക്കപ്പെട്ടത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലായതുകൊണ്ട് കുറെ കാലത്തേക്ക് രണ്ടും ഒരൊറ്റ പ്രസ്ഥാനമായിട്ട് തന്നെ പ്രവർത്തിച്ചു. അതായത് രാജ്യത്തെ എല്ലായിടത്തും ഈ ഖിലാഫത്ത് പ്രസ്ഥാനം സംഘടിപ്പിക്കപ്പെട്ടത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. കാരണം ആ സമയത്താണ് ഗാന്ധി കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞു. ഗാന്ധി ആണെങ്കിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് അത്യധികം പ്രാധാന്യം നൽകിയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യത്തെങ്ങും ഖിലാഫത്ത് പ്രസ്ഥാനം സംഘടിപ്പിക്കപ്പെട്ടത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു. അതുകൊണ്ട് എന്താ ഉണ്ടായത്? കുറെ കാലത്തേക്ക് കോൺഗ്രസും ഈ ഖിലാഫത്ത് പ്രസ്ഥാനവും രണ്ടും ഒരൊറ്റ പ്രസ്ഥാനമായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. രാജ്യമെങ്ങും സാമുദായിക ഐക്യത്തിന്റെ പാരമ്യത കുറിച്ച ഈ പ്രസ്ഥാനം മലബാറിലെ മുസ്ലിങ്ങളുടെ മേൽ വമ്പിച്ച സ്വാധീനം ചെലുത്തി. അപ്പൊ രാജ്യത്ത് മൊത്തം എല്ലായിടത്തും ഒരു സാമുദായിക ഐക്യത്തിന്റെ പാരമ്യതയിലേക്ക് എത്തിച്ചതായിരുന്നു ഈ പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ അത് മലബാറിലെ മുസ്ലിങ്ങളുടെ മേലും വമ്പിച്ച സ്വാധീനം ചെലുത്തുകയുണ്ടായി. ബ്രിട്ടീഷ് ഭരണത്തിന് അത് വൻ തലവേദനയായി. ശരിയല്ലേ? അതായത് ഇവരെല്ലാരും കൂടി ഒരുമിച്ച് നിൽക്കുക, നമ്മളെ ബ്രിട്ടീഷുകാര് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ള റൂളാണ് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു മുസ്ലിം ഐക്യത്തെ ഇല്ലാണ്ടാക്കാനാണ് അവരുടെ ഓരോ ഭാഗങ്ങളിലും ഓരോന്നായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമയം വന്നപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്? ഖിലാഫത്തും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നാണ് അല്ലെ. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ അവരുടെ ഭരണത്തിന് ഇതൊരു വൻ തലവേദനയായി മാറി. ഖിലാഫത്ത് കമ്മിറ്റികൾ സംഘടിപ്പിക്കാനും ദേശീയ പ്രസ്ഥാനത്തിന് ആക്കം കൂട്ടാനും ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കേരളം സന്ദർശിച്ചു. അപ്പോ അലി സഹോദരന്മാരിൽ മൗലാന മുഹമ്മദ് അലി ഉണ്ട്, മൗലാന ഷൗക്കത്ത് അലി ഉണ്ട്. അതില് മൗലാന ഷൗക്കത്ത് അലിയും ഗാന്ധിജിയും കൂടിയിട്ടാണ് ദേശീയ പ്രസ്ഥാനത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി കേരളം സന്ദർശിച്ചത് എന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കണം കേട്ടോ. ഷൗക്കത്ത് അലിയാണ് കേരളത്തിലേക്ക് വരുമ്പോ ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഖിലാഫത്തുകാരുടെ ഒരു സമ്മേളനം 1921 പൊന്നാനിയിൽ വെച്ച് നടന്നിട്ടുണ്ട്. പൊന്നാനി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ് കേട്ടാ. മലപ്പുറം ജില്ലയിലാണ്. ഞാൻ ഒരു പൊന്നാനിക്കാരിയാണ് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പൊ മലപ്പുറം ജില്ലയില് പൊന്നാനിയിലാണ് 1921 ഖിലാഫത്തുകാരുടെ ഒരു സമ്മേളനം നടന്നത് എന്ന് ഓർത്തു വെക്കാം. ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനുണ്ടായ മുന്നേറ്റം ഔദ്യോഗിക വൃത്തങ്ങളിൽ അമ്പരപ്പുണ്ടാക്കി. അതായത് ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് വളരെയധികം സ്വീകാര്യത ലഭിച്ചു. അത് ഔദ്യോഗിക വൃത്തങ്ങളിൽ വളരെ അമ്പരപ്പുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. സർക്കാർ അവിടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 144 വകുപ്പ് നടപ്പിലാക്കി
മാപ്പിളമാർക്കെതിരെ പോലീസ് ഒരു ഭീകര ഭരണം അഴിച്ചുവിട്ടു. അതായത് ഖിലാഫത്തുകാരുടെ ഒരു സമ്മേളനം 1921 പൊന്നാനിയിൽ വെച്ച് നടന്നു. ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനുണ്ടായ മുന്നേറ്റം ഔദ്യോഗിക വൃത്തങ്ങളിൽ അമ്പരപ്പുണ്ടാക്കി എന്ന് പറഞ്ഞു. ഇതേ തുടർന്ന് എന്തുണ്ടായത്? സർക്കാർ അവിടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 144 വകുപ്പ് നടപ്പിലാക്കി മാപ്പിളമാർക്കെതിരെ പോലീസ് ഒരു ഭീകര ഭരണം അഴിച്ചുവിട്ടു. വല്ലാത്ത കഷ്ടായി അല്ലെ? ഓക്കെ. ഒരു ജന്മിയുടെ തോക്ക് കളവു പോയി എന്ന ആരോപണം ചുമത്തി പൂക്കോട്ടൂർ എന്ന സ്ഥലത്തെ പ്രാദേശിക ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഏറനാട്ടിലും വള്ളുവനാട്ടിലും മാപ്പിളമാരും പോലീസും തമ്മിൽ ഒട്ടേറെ സംഘട്ടനങ്ങൾ ഉണ്ടാകാൻ കാരണമായി. പഠിച്ചു വെക്കട്ടെ ഈ ഭാഗം. ഒരു ജന്മിയുടെ തോക്ക് കളവു പോയി എന്ന ആരോപണം ചുമത്തി പൂക്കോട്ടൂർ എന്ന സ്ഥലത്തെ പ്രാദേശിക ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഏറനാട്ടിലും വള്ളുവനാട്ടിലും മാപ്പിളമാരും പോലീസും തമ്മിൽ ഒട്ടേറെ സംഘട്ടനങ്ങൾ ഉണ്ടാകാൻ കാരണമായി. തുടർന്ന് എന്താണ്ടായ? മാപ്പിളമാർ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുകയും സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുകയും ചെയ്തു. സർക്കാർ ഓഫീസുകൾ നശിപ്പിക്കുകയും ചെയ്തു. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻ പുത്തൂർ സീതിക്കോയ തങ്ങൾ, ആലി മുസ്ലിയാർ എന്നീ നേതാക്കളാണ് ലഹള നയിച്ചത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് ലഹള നയിച്ചത് എന്ന് ചോദിച്ചാൽ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരം പുത്തൂർ സീതിക്കോയ തങ്ങൾ, ആലി മുസ്ലിയാർ എന്നിവരാണ് എന്ത് ചെയ്തത്? എന്നീ നേതാക്കളാണ് ഈ ലഹള നയിച്ചത്. ലഹളക്കാർ തങ്ങളുടെ പ്രബല കേന്ദ്രങ്ങളായ മലപ്പുറം, തിരൂരങ്ങാടി, മഞ്ചേരി, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് അധികാരത്തെ തുടച്ചു നീക്കി. വെരി 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 ഇമ്പോർട്ടന്റ്. എവിടെ നിന്നാണ് സ്ഥലങ്ങൾ എന്നൊക്കെ ഓർത്തു വെക്കുക. അതായത് ലഹളക്കാർ തങ്ങളുടെ പ്രബല കേന്ദ്രങ്ങളായിരുന്ന മലപ്പുറം, തിരൂരങ്ങാടി, മഞ്ചേരി, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് അധികാരത്തെ തുടച്ചു നീക്കി. കലാപത്തിന്റെ അവസാനം രൂപീകൃതമായ ഖിലാഫത്ത് ഗവൺമെന്റിന്റെ തലവനായി അലി മുസ്ലിയാർ അവരോധിക്കപ്പെട്ടു. ഓർത്തു വെക്കട്ട. ഏതാണ്? അലി മുസ്ലിയാർ ആണ് അവരോധിക്കപ്പെട്ടത്. എന്തിന്റെ തലവനായിട്ട്? കലാപത്തിന്റെ അവസാനം രൂപീകൃതമായ ഖിലാഫത്ത് ഗവൺമെന്റിന്റെ തലവനായി അലി മുസ്ലിയാർ അവരോധിക്കപ്പെട്ടു. ലഹള അടിച്ചമർത്താനുള്ള പരക്കം പാച്ചിലിൽ സർക്കാർ അസ്വസ്ഥ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് പട്ടാളത്തെയും ഗൂർഖ പട്ടാളത്തെയും മിന്നൽ വേഗത്തിൽ അയച്ചു. നല്ലൊരു ശതമാനം ഹിന്ദുക്കളെ നിഷ്പക്ഷരാക്കാനോ മുസ്ലിം വിരുദ്ധ പക്ഷത്തു ചേർക്കാനോ ബ്രിട്ടീഷ് കുതന്ത്രങ്ങൾക്ക് കഴിഞ്ഞു. അതായത് അപ്പോഴും നമ്മൾ നോക്കുക, ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ആ ഒരു ബ്രിട്ടീഷ് കുതന്ത്രം വിജയിക്കുമ്പോഴാണ് ഇവിടെ പല നമ്മളുടെ പ്രാദേശികമായിട്ടുള്ള പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല കലാപങ്ങളും തോറ്റുപോകുന്നത് അല്ലെ. ഇവിടെ അതന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ലഹള അടിച്ചമർത്താനുള്ള പരക്കം പാച്ചിലിൽ സർക്കാർ അസ്വസ്ഥ പ്രദേശങ്ങളിലേക്ക് ബ്രിട്ടീഷ് പട്ടാളത്തെയും അതുപോലെ തന്നെ ഗൂർഖ പട്ടാളത്തെയും മിന്നൽ വേഗത്തിൽ അയച്ചു. നല്ലൊരു ശതമാനം ഹിന്ദുക്കളെ നിഷ്പക്ഷരാക്കാനോ അതേപോലെ തന്നെ മുസ്ലിം വിരുദ്ധ പക്ഷത്തു ചേർക്കാനോ ബ്രിട്ടീഷ് കുതന്ത്രങ്ങൾക്ക് കഴിഞ്ഞു. ക്രമേണ ഹിന്ദു മുസ്ലിം ലഹളയുടെ ഛായ മാപ്പിള ലഹളയ്ക്ക് കൈവന്നു. ക്രമേണ ഹിന്ദു മുസ്ലിം ലഹളയുടെ ഛായ മാപ്പിള ലഹളയ്ക്കു കൈവന്നു. പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ഭീകരമായ മർദ്ദന നടപടികൾ കൈക്കൊള്ളുകയും ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ നിഷ്ഠൂരമാം വണ്ണം ലഹള അടിച്ചമർത്തുന്നതിൽ വിജയിച്ചു. കണ്ട, അതോടുകൂടി ബ്രിട്ടീഷുകാരുടെ വിജയം സ്റ്റാർട്ട് ചെയ്തു. നേതാക്കളെ ബന്ധസ്ഥരാക്കുകയും വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. നൂറുകണക്കിന് ആളുകളെ ജയിലിലടച്ചു. അസംഖ്യം പേരെ നാടുകടത്തി. 6 മാസത്തിലേറെ നീണ്ടുനിന്ന ലഹളയിൽ 10,000-ത്തിലേറെ പേർ അപമൃത്യുവിനിരയായി എന്ന് കണക്കാക്കപ്പെടുന്നു. എന്നാലോചിച്ച് നോക്കൂ, നേതാക്കളെ ബന്ധസ്ഥനരാക്കുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. നൂറുകണക്കിന് ആളുകളെ ജയിലിലടച്ചു. അസംഖ്യം പേരെ നാടുകടത്തി. 6 മാസത്തിലേറെ നീണ്ടുനിന്ന ലഹളയിൽ 10,000-ത്തിലേറെ പേർ അപമൃത്യുവിനിരയായി എന്ന് കണക്കാക്കപ്പെടുന്നു. ക്ലിയർ. പട്ടാളത്തിനു കീഴടങ്ങിയ ആലി മുസ്ലിയാരെ ബ്രിട്ടീഷുകാർ കോയമ്പത്തൂർ ജില്ലയിൽ വെച്ച് തൂക്കിക്കൊന്നു. എന്തൊരു കഷ്ടല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങള്. പട്ടാളത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത് ആര്? നമ്മുടെ ആലി മുസ്ലിയാർ. എന്നാൽ അദ്ദേഹത്തെ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാര്? കോയമ്പത്തൂർ ജയിലിൽ വെച്ചിട്ട് തൂക്കിക്കൊന്നു. ലഹളയുമായി ബന്ധപ്പെട്ട ദുരന്ത
സംഭവങ്ങളിൽ ഒന്നായിരുന്നു വളരെ ഫേമസ് ആയിട്ടുള്ള വാഗൺ ട്രാജഡി എന്ന് പറഞ്ഞ സംഭവം. കേട്ടിട്ടുള്ളതല്ലേ? ഓക്കെ. വാഗൺ ട്രാജഡി നടന്നത് എന്നാണ്? 1920 അല്ലല്ലോ, 1921 നവംബർ 10 എന്നാണ് കേട്ടോ നമ്മൾ ശരിക്കും പഠിക്കുന്ന ഡേറ്റ് അല്ലെ. ഇവിടെ എന്തോ ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോ 1921 നവംബർ 10 അടച്ചുമൂടിയ ഒരു റെയിൽവേ ഗുഡ്സ് വാഗണിൽ 90 തടവുകാരെ തിരൂരിൽ നിന്നും കോയമ്പത്തൂർക്ക്, എവിടെ നിന്ന് എവിടേക്കാന്ന് ആലോചിച്ച് വെക്കട്ടോ, തിരൂരിൽ നിന്നും കോയമ്പത്തൂർക്ക് അയച്ചു. അർദ്ധരാത്രി വണ്ടി പോത്തനൂരിൽ എത്തിയപ്പോഴേക്കും 64 പേര് ശ്വാസം മുട്ടി മരിച്ചു. ഇങ്ങനത്തേക്ക് വരുമ്പോ നിങ്ങൾ PSC യുമായി റിലേറ്റ് ചെയ്തത് കറക്റ്റ് തന്നെയാണോ നോക്കണം. നമ്മള് PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ കറക്ഷൻസ് വരുന്നുണ്ട് കണ്ടോ. ഇപ്പൊ 1920 എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. 1921 നവംബർ 10 അടച്ചുമൂടിയ ഒരു റെയിൽവേ ഗുഡ്സ് വാഗണിൽ 90 തടവുകാരെ തിരൂരിൽ നിന്നും കോയമ്പത്തൂർക്ക് അയച്ചു. അർദ്ധരാത്രി വണ്ടി പോത്തനൂരിൽ എത്തിയപ്പോഴേക്കും 64 പേര് ശ്വാസം മുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. മലബാർ കലാപം എന്ന ശ്വാസം മുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മലബാർ കലാപം എന്ന പുസ്തകം രചിച്ച കോൺഗ്രസ് നേതാവാണ് കെ മാധവൻ നായർ. ഓർത്തു വെക്കേട്ടാ. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ച കോൺഗ്രസ് നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ കെ മാധവൻ നായർ. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ഏതാണ്? ഓർമ്മ വരുന്നുണ്ടോ? ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. ഓർത്തു വെക്കുക. മലബാർ കലാപം പ്രമേയമാക്കി 1921 എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? IV ശശിയാണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കിയിട്ട് 1921 എന്ന സിനിമ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാല് അത് IV ശശിയാണ് എന്ന് ആലോചിച്ച് വെക്കട്ടാ. ഇനിയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് നോക്കാം. മലബാർ കലാപവുമായിട്ടും വാഗൺ ട്രാജഡിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ വാഗൺ ട്രാജഡി പഠിച്ചു. 1921 നവംബർ 10 അടച്ചുമൂടിയ ഒരു റെയിൽവേ ഗുഡ്സ് വാഗണില് 90 തടവുകാരെ എവിടേക്കാ കൊണ്ടുപോയത്? തിരൂരിൽ അല്ലെ. തിരൂരിൽ നിന്നും കോയമ്പത്തൂർക്ക് അയച്ചു. അർദ്ധരാത്രി വണ്ടി പോത്തനൂരിൽ എത്തിയപ്പോഴേക്കും എത്ര പേര് മരിച്ചിട്ടുണ്ടായിരുന്നു? 64 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ വാഗൺ ട്രാജഡിക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TS ഹിച്ച്കോക്ക് എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. TH ഹിച്ച്കോക്ക് ആരാണ്? വാഗൺ ട്രാജഡിക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാണ് ആര്? TH ഹിച്ച്കോക്ക്. ആരാണ്? TH ഹിച്ച്കോക്ക്. TH ഹിച്ച്കോക്ക്. ഓക്കെ. TS അല്ല, അതെ, TS ഹിച്ച്കോക്ക്. TS ഹിച്ച്കോക്ക് പഠിച്ചില്ലേ? TS ഹിച്ച്കോക്ക് ആണ് എന്ത് ചെയ്തത്? വാഗൺ ട്രാജഡിക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ആരാന്നാ പറയേണ്ടത്? TS ഹിച്ച്കോക്ക്. ക്ലിയർ ആയല്ലോ? അടുത്ത അതുപോലെ തന്നെ വാഗൺ ട്രാജഡി ഗുഡ്സ് ട്രെയിനിന്റെ പേരെന്താ? MSLV 1711. MSLV 1711 വാഗൺ ട്രാജഡി ഗുഡ്സ് ട്രെയിൻ. ഓക്കെ. വാഗൺ ട്രാജഡി ഗുഡ്സ് ട്രെയിൻ. ഓക്കെ. വാഗൺ ട്രാജഡി ഗുഡ്സ് ട്രെയിൻ ഏതാന്ന് ചോദിച്ചാ ഇത് ഓർമ്മ വേണം. MSLV 1711. ക്ലിയർ ആയല്ലോ? വായിക്കാൻ കേട്ടോ. ഇതൊക്കെ നിങ്ങൾ അറിയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോണം കേട്ടോ. പിന്നെ വാഗൺ ട്രാജഡി ദുരന്തം അന്വേഷിച്ച കമ്മീഷനാണ് നാപ്പ് കമ്മീഷൻ. നാപ്പ്
കമ്മീഷൻ എന്താണ്? വാഗൺ ട്രാജഡി ആണ് കേട്ടോ. വാഗൺ ട്രാജഡി കമ്മീഷൻ, ദുരന്തം അന്വേഷിച്ച കമ്മീഷൻ ഏതാന്ന് ചോദിച്ചാല് നാപ്പ് കമ്മീഷൻ ആണ്. ഓർത്തു വെക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാഗൺ ട്രാജഡിയുമായി റിലേറ്റ് ചെയ്ത കാര്യമാണ്. വാഗൺ ട്രാജഡി ദുരന്തത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ആരാണ്? നാപ്പ് കമ്മീഷൻ ആണ്. അത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? പിന്നെ വാഗൺ ട്രാജഡിയുടെ പേരിൽ ഐ വി ശശി എഴുതിയൊരു ബുക്ക് സിനിമ നമ്മൾ കണ്ടു. ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. ഐ വി ശശി സംവിധാനം ചെയ്തു. അതുപോലെ തന്നെ മലബാർ കലാപം എന്ന പേരില് പുസ്തകം രചിച്ചത് ആരായിരുന്നു? കെ മാധവൻ നായരാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതുപോലെ കുമാരനാശാൻ ഈ മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലോ. 1921 ഐ വി ശശിയുടെ, കെ മാധവൻ നായരുടെ മലബാർ കലാപം, കുമാരനാശാന്റെ ദുരവസ്ഥ. ഇനി ഖിലാഫത്ത് സ്മരണകൾ ആരുടെയാ? ഖിലാഫത്ത് സ്മരണകൾ ആരാ രചിച്ചത്? എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ആരാണ്? ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ഓക്കെ, എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെയാണ് ഖിലാഫത്ത് സ്മരണകൾ. അറിയില്ലെങ്കിൽ ഓർത്തു വെക്കട്ടാ. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെയാണ് ഖിലാഫത്ത് സ്മരണകൾ. ആരുടെയാണ്? ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഖിലാഫത്ത് സ്മരണകൾ. അതുപോലെ തന്നെ മലബാർ കലാപവുമായി റിലേറ്റ് ചെയ്തിട്ട് ഉറൂബ് എഴുതിയ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. അതിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു നോവലാണ് കേട്ടാ സുന്ദരികളും സുന്ദരന്മാരും. ആരാണ് സുന്ദരികളും സുന്ദരന്മാരും? ഉറൂബിന്റെയാണ് കേട്ടാ. ഉറൂബിന്റെയാണ് സുന്ദരികളും സുന്ദരന്മാരും. അതോർത്തു വെക്കുക. ഇനി നമ്മൾക്ക് എന്താ പഠിക്കാനുള്ള അതിനകത്ത്? മലബാർ കലാപം ആരംഭിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മലബാർ കലാപം ആരംഭിച്ചത് 1921 ഓഗസ്റ്റ് 20-നാണ്. 1921 ഓഗസ്റ്റ് 20-നാണ് മലബാർ കലാപം ആരംഭിച്ചത്. അപ്പൊ അത് ആലോചിച്ച് വെക്കുക. പിന്നെയോ മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷണം നടത്തിയത് ആരാടോ? വാഗൺ ട്രാജഡിയെ ആ ദുരന്തത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ നാപ്പ് കമ്മീഷനാന്ന് പറഞ്ഞു. മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷണം നടത്തിയത് ആരാണ്? T.N. സ്ട്രേഞ്ച് കമ്മീഷൻ. അവരാണ് മലബാർ കലാപട്ട. മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷിച്ചത് T.N. സ്ട്രേഞ്ച് കമ്മീഷനാണ്. വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിച്ചത് നാപ്പ് കമ്മീഷനാണ്. മാറിപ്പോവരുതട്ടെ, രണ്ടും പഠിച്ചു വെക്കണേ. ഓക്കെ, ഇനി എന്താ ഇതിനകത്ത് നമ്മൾക്ക് ഓർത്തു വെക്കാനുള്ളത്? മലബാർ കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണം എന്ന് ചോദിച്ചാൽ, മലബാർ കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണം എന്തിന്? മലബാർ കലാപത്തിനുള്ള പെട്ടെന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ പൂക്കോട്ടൂരാണ്. പൂക്കോട്ടൂർ കലാപം. മലബാർ കലാപത്തിനുള്ള പെട്ടെന്നുള്ള കാരണം എന്താ ചോദിച്ചാൽ പൂക്കോട്ടൂർ കലാപമാണ്. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി അതിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന് ഇല്ല, അവിടെ നമുക്ക് പഠിക്കാല്ല. വേറൊരു കാര്യം പഠിക്കാണ്ട്. മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് സേനയെ നേരിട്ട മലയാളി വനിതയാണ് ആര്? കമ്മത്ത് ചിന്നമ്മ. കമ്മത്ത് ചിന്നമ്മ ആരാണ്? മലബാർ ഓക്കെ, ആരാണോ?
കമ്മത്ത് ചിന്നമ്മ എന്താ പ്രത്യേകത? മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് സേനയെ നേരിട്ട മലയാളി വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. ഓക്കെ, കമ്മത്ത് ചിന്നമ്മ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മലബാർ കലാപവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇന്നൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്, കേരളവുമായി റിലേറ്റ് ചെയ്തതാണ്. എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടാ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാൽ എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ, എല്ലതും ഓർത്തു വെക്കാൻ പറ്റട്ടെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നല്ല റാങ്ക് ലഭിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ നിർത്തുകയാണ്. താങ്ക് യു.